ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് ഓൺലൈനായിട്ട് പലർക്കും ഡ്രസ്സ് അതുപോലെ തന്നെ ജ്വല്ലറി ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ തുടങ്ങും, ഏകദേശം എത്ര എക്സ്പെൻസ് ആവും, അങ്ങനെ യാതൊരുവിധ ഐഡിയ ഇല്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ലാഭത്തിലോട്ട് എത്താം, നല്ല രീതിയിൽ എങ്ങനെ പ്രോഫിറ്റ് കിട്ടാം, അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡൗട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ മടിച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിട്ടും ഇതൊന്നും അറിയാതെ നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവുമോ, നമ്മുടെ പൈസ വേസ്റ്റായി പോവോ, നമ്മൾ നഷ്ടത്തിലായി പോവോ, അങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നിട്ട് തുടങ്ങാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വലിയ രീതിയിൽ സെയിലില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, എങ്ങനെ എന്നൊരു ഐഡിയ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്കറിയാം, ഞാൻ 2-3 വർഷത്തിന് മുമ്പ് തന്നെ ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഹോൾസെയിലായിട്ട് ഡ്രസ്സും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം വരുന്നത് മീസെല്ല എന്നാണ്. ഇൻസ്റ്റഗ്രാമിലുണ്ട്. മെയിനായിട്ട് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ്, ഗ്രൂപ്പ് വഴിയാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഒരു സെറ്റ് പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജ്വല്ലറി ആണെങ്കിൽ മിനിമം 3000 രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള എൻ്റെ ഒരു ജേണി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരാം. ആദ്യമായിട്ട് കമ്പാരിസൺ ചെയ്യാം, അതായത് ഡ്രസ്സാണോ നല്ലത്, ജ്വല്ലറി ആണോ നല്ലത് എന്നുള്ളത്. നിങ്ങൾ എക്സ്പെൻസ് കുറച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ജ്വല്ലറി ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അത്യാവശ്യം ഒരു 10 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജ്വല്ലറി ഉണ്ടാവും. അപ്പം നമ്മളൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒന്നിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് എടുക്കരുത്, ഒത്തിരി പീസസ് എടുക്കരുത്. കാരണം ഒന്നിൻ്റെ ഒരു പീസ് അങ്ങനെയൊക്കെ വെച്ചെടുക്കുക. കാരണം നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ ജ്വല്ലറി ചെയ്യുമോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ഓർഡർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഒരു 10ഓളം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു ജ്വല്ലറിയുടെ മൂവ്മെൻ്റ് ഒക്കെ മനസ്സിലാവും. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പർച്ചേസിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ജ്വല്ലറി മാത്രം എടുക്കരുത്. അതായത് സെയിം ഡിസൈനിലുള്ള മാല അങ്ങനെ മാത്രം എടുക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അതിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. ആദ്യം തന്നെ പോയിട്ട് ഒരേ ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മാത്രം എടുക്കരുത്. കാരണം നമുക്ക് വരുന്ന ഓഡിയൻസ്, കസ്റ്റമേഴ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് എടുക്കുക. ജസ്റ്റ് ഒരു കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കാറ്റഗറിയാണ് കൂടുതൽ ഓർഡർ വരുന്നത്, ഏതാണ് കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം മാത്രം നിങ്ങൾ ആ ഒരു രീതിയിലോട്ട് തിരിഞ്ഞാൽ മതി. ഞാൻ ഫസ്റ്റ് ചെയ്തൊരു മണ്ടത്തരമായിരുന്നു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് മാത്രം എടുത്തു എന്നുള്ളത്. അതിൽ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ അടുത്ത് ഡെഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജ്വല്ലറി ആവുന്ന സമയത്ത് പ്രശ്നമില്ല, ചെറിയ എമൗണ്ട് ആയിരിക്കില്ലേ. പക്ഷേ ഡ്രസ്സാണെങ്കിൽ നമ്മൾ സെറ്റായിട്ടാണല്ലോ ഹോൾസെയിലായിട്ട് എടുക്കുക. അപ്പോൾ ഒരു സെറ്റിന് തന്നെ മിനിമം 2000-2500 രൂപയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെയാണ് ട്രെൻഡ്, എന്തൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മളൊന്നും അറിയാതെ ഒരു ബിസിനസ്സിലോട്ട് ഒരിക്കലും ഇറങ്ങരുത്. ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അതിൽ അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുക നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മികച്ചൊരു ഹോൾസെയിലറിനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വരുന്നത്. അതല്ല നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രം എടുക്കുക. കാരണം നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോഴേ നമുക്ക് ഡാമേജ് ഇഷ്യൂ വരും, അതൊക്കെ റീഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, അവർ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഹോൾസെയിലറിനെ ചൂസ് ചെയ്യുമ്പോൾ, അതും ഓൺലൈൻ വഴി ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഫ്രോഡ് നടക്കാനും ചാൻസ് ഉണ്ട്. ഒത്തിരി ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് പ്രൊഡക്ട്സ് കൊടുക്കാതെ, സാധനം കൊടുക്കാതെ മുങ്ങുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒബ്സർവ് ചെയ്തു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു, സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തു, അത്യാവശ്യം പ്രൊഡക്ട്സ് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ പോയിട്ടോ എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് പോസ്റ്റ് ചെയ്യുക.
ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് ബിസിനസ്സിൽ ബൂസ്റ്റ് ആഡ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബിസിനസ് ഒത്തിരി പേരിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം, എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാം. ഈ ഒരു കാര്യം കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്സിലോട്ട് എത്തുന്നതാണ്. അതല്ല നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടും എന്തെങ്കിലും കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് അതുപോലെ ജ്വല്ലറി ബിസിനസ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ഇപ്പോൾ 16ാമത്തെ ബാച്ച് ഈ വരുന്ന 13-ാം തീയതിയാണ് നടക്കാൻ പോണത് കേട്ടോ. മാസത്തിൽ 3 പ്രാവശ്യമായിരിക്കും, 3 ഡേറ്റിലാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്. 16ാമത്തെ ബാച്ച് ഇപ്പോൾ മറ്റന്നാൾ തുടങ്ങും. 13ാം തീയതി മോർണിംഗ് ഓർ ഈവനിങ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ലൈവായിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഗൂഗിൾ മീറ്റിലാണ്. അതുകൂടാതെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എവിടെ നിന്ന് നമുക്ക് ചീപ്പായിട്ട് പ്രൊഡക്ട്സ് എടുക്കാം, ഡ്രസ്സായാലും ജ്വല്ലറി ആയാലും എവിടെ നിന്ന് എടുക്കാം, അതുപോലെ സോഷ്യൽ മീഡിയ എങ്ങനെ കറക്റ്റ് യൂസ് ചെയ്യണം, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എങ്ങനെ യൂസ് ചെയ്യണം, ഷോപ്പ് എടുക്കുമ്പോഴുള്ള ലൈസൻസ്, ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ലൈസൻസ് വേണോ, പാക്കിംഗ് എങ്ങനെ ചെയ്യും, കൊറിയർ എന്ത് ചൂസ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണറുണ്ട് അനിൽഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പേരും ലൈവായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് തന്നെ സംശയം ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷവും ട്രെയിനിങ്ങിന് ശേഷവും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് വാട്സപ്പ് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം പക്ഷേ കോൺഫിഡൻസ് ഇല്ല, യാതൊരു ഐഡിയ ഇല്ല, മാർക്കറ്റിംഗ് അറിയില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് ഡ്രസ്സും ജ്വല്ലറിയും കൊടുക്കുന്നുണ്ട്, പ്ലസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറി ഹോൾസെയിൽ എടുക്കുന്നതിന്, ഡ്രസ്സ് ഹോൾസെയിൽ എടുക്കുന്നതിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡ്രസ്സാണെങ്കിൽ ഒരു സെറ്റ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്, ജ്വല്ലറി ആണെങ്കിൽ 3000 രൂപയ്ക്ക് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. മാർക്കറ്റിംഗ് സപ്പോർട്ടും നമ്മുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് എടുക്കാം. നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിങ്ങിന് ഫീ ഉണ്ട്, 2000 രൂപയാണ് വരുന്നത്, 1999 രൂപയാണ് വരുന്നത് കേട്ടോ. അത് എല്ലാം പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് റെക്കോർഡ് ക്ലാസ് വരുന്നുണ്ട്, ലൈവ് ക്ലാസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് വാട്സപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ 2000 രൂപ ഫീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഡീറ്റെയിൽസ്, അതായത് ബിസിനസ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്നവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരെടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.